അമേരിക്കക്ക് അതിശക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. അമേരിക്കക്ക് മാത്രമല്ല, അമേരിക്കയോട് സഹകരിക്കുന്ന പ്രവിശ്യയിലുള്ള മറ്റു രാഷ്ട്രങ്ങൾക്കും ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഇറാന്റെ മിലിറ്ററി സ്പോക്സ്മാൻ പറഞ്ഞിരിക്കുന്നത്, ഇറാൻ ഏതൊരു നീക്കത്തെയും, ഒരു തീവ്രവാദപരമായ അമേരിക്കയുടെ ഏത് ശത്രുതാപരമായ നീക്കങ്ങളെയും തുടച്ചു നീക്കുന്ന അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹോർമുസ് കടലെടുക്കിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊരു ഇടപെടലുകളും, ഏതൊരു വിദേശ രാഷ്ട്രത്തിന്റെ ഇടപെടലുകളെയും ശക്തമായ രൂപത്തിൽ നേരിടും, ഒരിക്കലും പൊറുപ്പിക്കുകയില്ല എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇറാൻ ഈ ഒരു ധാരണാപത്രം, വെടിനിർത്തൽ കരാർ 60 ദിവസത്തേക്ക് ഒപ്പുവെച്ചിട്ടുണ്ട് എങ്കിൽ അതിനുശേഷവും ഈ ഒരു ഹോർമുസ് കടലെടുക്കിന്റെ നിയന്ത്രണം ഞങ്ങൾ തന്നെ നടത്തും, അവിടെ എല്ലാവിധ നിയന്ത്രണവും ഇറാന്റേതായിരിക്കും എന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. മാത്രമല്ല, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അമേരിക്കക്ക് ഒരു വിധത്തിലുള്ള ഇടപെടലുകൾ നടത്താനും ഇറാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഏതാനും ചില കപ്പലുകൾ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം അമേരിക്ക നിർണയിച്ച റൂട്ടിലൂടെ സർവീസ് നടത്തുമ്പോൾ അതിനെ ആക്രമിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 3 കപ്പലുകൾ ആക്രമിച്ചു. മാത്രമല്ല, ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏതൊരു കപ്പലിനും ഈ ഹോർമുസ് കടലെടുക്കിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ അൽ മമറുൽ ആമിനുൽ വഹീദുൽ സുഫ്നി വനാഖിലാത്തി നഫ്തി ഫി ബദീഖി ഹുർമുസ് ഹുവൽ മസാറുല്ലദി തുഹദ്ദിദു ഇറാൻ. ഇറാൻ നിർണയിക്കുന്നത് ഏതൊരു പാതയാണോ, ഏതൊരു ലൈനാണോ, അത് മാത്രമേ കപ്പലുകൾക്ക് മുന്നിൽ സുരക്ഷിതമായ റൂട്ടുള്ളൂ എന്നാണ്. മറ്റേതെങ്കിലും രാഷ്ട്രങ്ങളുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഹോർമുസ് കടലെടുക്കലുടെ സർവീസ് നടത്താൻ കപ്പലുകൾ ശ്രമിച്ചാൽ ആക്രമിക്കപ്പെടുമെന്നാണ്. ഇറാനെതിരെ ആക്രമണം നടത്താൻ ഏത് രാഷ്ട്രമാണോ സഹകരിക്കുന്നത്, അവരുടെ വ്യോമമേഖലയാണെങ്കിലും താവളങ്ങളാണെങ്കിലും അനുവദിക്കുകയാണെങ്കിൽ ആ രാഷ്ട്രങ്ങളുടെ കേന്ദ്രങ്ങളെ, ആ രാഷ്ട്രങ്ങളിലുള്ള അമേരിക്കൻ സൈറ്റുകളെ എല്ലാം ആക്രമിക്കും, അത് ആക്രമണത്തിന് വിധേയമാകും എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അത് ഖത്തർ, ബഹ്റൈൻ തുടങ്ങിയ രാഷ്ട്രങ്ങൾക്കുള്ള അതിശക്തമായ മുന്നറിയിപ്പാണ്. നമുക്കറിയാം, UAE-യിൽ ഇപ്പോൾ ആ രൂപത്തിലുള്ള തിരിച്ചടികൾ ഇറാൻ നടത്തുന്നില്ല. മുമ്പ് തന്നെ വാർത്ത വന്നതാണ്, വലിയ രൂപത്തിലുള്ള പണം, ബില്യൺ കണക്കിന് ഡോളർ UAE ഇറാന് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ UAE ആക്രമിക്കുകയില്ല, ഇറാനെതിരായ ഒരു നീക്കത്തിനോട് UAE സഹകരിക്കുകയും ഇല്ല എന്ന രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അമേരിക്ക കൂടുതലായും കുവൈത്ത്, ബഹ്റൈൻ തുടങ്ങിയ രാഷ്ട്രങ്ങളെയാണ് ഇറാൻ ആക്രമണത്തിന് ഉപയോഗിക്കുന്നത്. അതേസമയത്ത് ദഫ്ര എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ UAE-യിലുള്ള ബേസുകൾ കേന്ദ്രമാക്കിയല്ല ആക്രമണം നടത്തുന്നത്. എന്തായിരുന്നാലും വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ ഈ ഒരു ഇറാൻ അമേരിക്ക ആക്രമണത്തിലൂടെ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.